1995 ഡിസംബർ 8 പാരീസിനടുത്തുള്ള റൂദേ മോൺ താബോർ തെരുവിലൂടെ ഒരു തുറന്ന കാർ ചീറിപ്പാഞ്ഞു പോവുകയാണ്. തന്റെ ഇളയ മകനെ പാസഞ്ചർ സീറ്റിലിരുത്തി സിനിമാ തിയേറ്ററിലേക്ക് കാർ ഓടിക്കുന്നത് പാരീസ് നഗരത്തിലെ സെലിബ്രിറ്റി എന്ന് നിസ്സംശയം പറയാവുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ പൊടുന്നനെ ഒരു അസ്വാസ്ഥ്യം കാറിന്റെ വേഗതയേക്കാൾ ആ മനുഷ്യനെ ബാധിക്കുന്നു. ശരീരത്തിന് ഭാരം കൂടുന്നത് പോലെ മുഖം ഒരു വശത്തേക്ക് ചരിഞ്ഞ് മരവിച്ചു നിന്നു. വാക്കുകൾ വായിൽ കുടുക്കി, ശബ്ദങ്ങൾക്ക് അർത്ഥമില്ലാതായി. കാർ റോഡരികിൽ നിന്നപ്പോഴേക്കും കാണാത്ത ഒരു കുരുക്ക് അയാളുടെ ശരീരത്തെ വരിഞ്ഞു കെട്ടി നിശ്ചലമാക്കി. അയാളുടെ മകൻ സഹായത്തിനായി നിലവിളിച്ചുകൊണ്ട് കാറിൽ നിന്നും ഇറങ്ങിയോടി. ഒരു മാസീവ് സ്ട്രോക്കിന്റെ ആഘാതത്തിൽ ജീവച്ഛവമായി മാറിയ ആ വ്യക്തിക്ക് പിന്നീട് ചലിപ്പിക്കാനായത് ഇടതു കണ്ണിന്റെ കൺപീലികൾ മാത്രമാണ്. പറവ പോലെ പറന്നു നടന്ന ഒരു മനുഷ്യൻ ആശുപത്രി കിടക്കയിൽ പാറ പോലെ ഉറച്ചുപോയപ്പോൾ തന്റെ മിഴികളിലെ ഇമയനക്കങ്ങളുടെ മാത്രം ബെസ്റ്റ് സെല്ലർ പട്ടികയിൽ ഇടം പിടിക്കാവുന്ന ഒരു പുസ്തകം എഴുതി വിധിയെ ഇച്ഛാശക്തി കൊണ്ട് തോൽപ്പിച്ച മാനവരാശിയുടെ അതിജീവന പോരാട്ടങ്ങൾക്ക് അതുല്യമായ ഒരു മാതൃക സമ്മാനിച്ച ആ മനുഷ്യന് തീർച്ചയായും നമ്മുടെ ഓർമ്മകളിൽ ഒരിടം നൽകണം. അദ്ദേഹത്തിന്റെ പേരാണ് ഴാൻ ഡൊമിനിക് ബോബി.